കടന്നു വന്ന് സഭയിൽ കടന്നു വന്ന് ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്ന സഭയിലേക്ക് കടന്നു വന്ന് കർത്താവിനെ സാക്ഷീകരിക്കുവാൻ ഒരിക്കൽ കൂടി ദൈവം തമ്പുരാൻ അനുവദിച്ച കൃപകൾക്കായി സ്തോത്രം. അനേകം ആയിരങ്ങൾക്ക് കിട്ടാത്ത ഈ ഭാഗ്യം സ്വർഗത്തിലെപ്പൻ ചുരുക്കം ചിലർക്ക് മാത്രമാണ് തന്നിരിക്കുന്നത്. ഇത് ആരുടെയും സ്വന്തമല്ല, ദൈവം ദാനമായി തരുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഇവിടെ സംഘടന ഞങ്ങൾക്കും എനിക്ക് സമയം ഒരുക്കി തന്ന സംഘടനയിലെ എല്ലാ ഭാരവാഹികൾക്കും പ്രിയപ്പെട്ട ദൈവദാസനും വീണ്ടും വരുന്നവനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, എൻ്റെ വീട് തൂങ്ങാമ്പാറയാണ്. തൂങ്ങാമ്പാറ മാവുകള എന്ന പ്രദേശത്താണ് എൻ്റെ വീട്. എൻ്റെ കുടുംബം ചെമ്പൂര് ആണ്. ഞാൻ ചെമ്പൂര് CSI പള്ളിയുടെ പഴയ കപ്പ്യാരുടെ മകളാണ്. ഞങ്ങൾ 5 പേരുണ്ട്. അപ്പൻ 5 മക്കളുണ്ട്. 5 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു. 2 പെണ്ണുങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. അവർ ഉദ്യോഗസ്ഥർ. കൊച്ചുമക്കളെല്ലാവരും ഉദ്യോഗസ്ഥരാണ്. ദൈവം വലിയവനാണ്. എൻ്റെ അപ്പനെന്നും ആദ്യം ഞാൻ അത് പറയാണ്. എൻ്റെ അപ്പനെന്നും രാത്രി ആമത്തിൽ അപ്പനും പിയൂണായിരുന്നു, പള്ളിയുടെ കപ്പ്യാരുമായിരുന്നു. അപ്പനെന്നും രാത്രി ആമത്തിൽ മുട്ടിൽമേൽ നിന്ന് കർത്താവേ, നീ എനിക്ക് 5 താലന്ത് തന്നേക്കുന്നു. ഈ 5ന്റെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാവണം. അവരെ കഴിച്ചുകൊണ്ട് 1 രൂപയെങ്കിലും മാറ്റി എനിക്കൊരു ചായ കുടിക്കാനുള്ള വഴി ഒരുക്കി തരണമേ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരെയും വിളിക്കും. ഞങ്ങളാരും എണീക്കില്ല. ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായി. ദൈവം നിയമപുസ്തകം എടുത്തും കൊണ്ട് ദേശത്തിറങ്ങി ദൈവത്തെ സാക്ഷീകരിക്കുവാൻ എൻ്റെ സ്വർഗത്തിൽ അപ്പൻ എന്നെ അനുവദിച്ച്. പ്രിയ മക്കളെ, എൻ്റെ ജീവൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 25 വർഷമായി എൻ്റെ ജീവിത പങ്കാളി ആക്സിഡന്റിൽ മരിച്ചുപോയി. എനിക്കൊരു മകനുണ്ടായിരുന്നു. അവനെ വളർത്തുവാൻ നിവൃത്തിയില്ല. ഞാൻ ആരോടും, എൻ്റെ സഹോദരങ്ങളോടോ ആരോടൊന്നും ഞാൻ കൈനീട്ടാൻ പോയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനെ ഡെഡ് ബോഡിയാണ് എൻ്റെ ജീവിത പങ്കാളിയെ വീട്ടിൽ കൊണ്ടുവച്ചത്. അത്ര ഞാൻ ശരിക്കും കഷ്ടപ്പെട്ട് മോനെ വളർത്താൻ നിവൃത്തിയില്ല. എനിക്ക് സാമാന്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് കൂലിപ്പണിക്കിറങ്ങുക ഒരു നാണക്കേട്. ഞാൻ എന്ത് ചെയ്ത് ദൈവസ്ഥലിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, ഞാൻ അന്നു മുതൽ ഞാൻ ദൈവത്തെ കൂടുതൽ അറിയാൻ തുടങ്ങി. ഞാനൊരു പ്രെയർ ഗ്രൂപ്പിൽ ഞാൻ പോകുമായിരുന്നു. ഞാൻ നല്ലവണ്ണം ദൈവത്തിൽ പ്രാർത്ഥി. എൻ്റെ സഹോദരങ്ങളെല്ലാവരും പറഞ്ഞ് പെന്തക്കോസ്തുകാർ ആരാണെന്ന് അറിയാമോ? ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞ തിന്നും കുടിച്ച് സുഖിച്ച് അടിച്ചു പൊടിച്ച് ജീവിക്കുന്നവരാണ് ഈ പെന്തക്കോസ്തുകാര്. അതിനുവേണ്ടി തിന്നും കുടിക്കാനാണ് അവൾ ഇറങ്ങി തിരിച്ചത്. ദൈവമക്കളെ, ജീവിതത്തിൽ ഇതെല്ലാം ഞാൻ കേട്ട് സഹിച്ചും ക്ഷമിച്ചും ഞാൻ ആരോടും ഒന്നിനും പോയില്ല. എൻ്റെ മകനെ വളർത്തണം. അപ്പനില്ലാത്ത മകനെ വളർത്തണം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ രാത്രിയാമത്തിൽ മുട്ടിന്മേൽ നിന്ന് കർത്താവേ, നീ എൻ്റെ മോനെ വളർത്താനുള്ള വഴി ഒരുക്കി തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അങ്ങനെയായി ഞാൻ പാസ്പോർട്ടൊക്കെ എടുത്ത് നേരത്തെ വെച്ചിട്ടില്ലായിരുന്നു. ഒരു ദൈവദാസനിൽ കൂടി ദൂത് കേൾക്കുവാനിടയായി. അതുകൊണ്ട് ഞാൻ പാസ്പോർട്ട് എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചു. എനിക്ക് ദൈവം മരുഭൂമിയിൽ നീരുറ തുറക്കാൻ പോകുന്ന ഒരു സഭയിൽ വെച്ചൊരു ദൈവദാസം പറയാനിടയായി. ഞാൻ ഹോട്ടൽ മാനേജ്മെൻ്റൊക്കെ പഠിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഒരു ദിവസം ഞാൻ എന്നും ദൈവസ്ഥലിൽ കരിയും കണ്ണീരൊഴുക്കും. ദൈവം, എനിക്ക് കയറിക്കിടക്കാൻ ഭവനമില്ല. വസ്തുവുള്ളത് കടഭാരം. എൻ്റെ വസ്തുക്കളെല്ലാം എൻ്റെ ഭർത്താവ് വിറ്റ് എല്ലാം അങ്ങ് പോയി. ഒരാൾ കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചും തന്നില്ല. അങ്ങനെ എല്ലാം ഞാൻ കൊണ്ട് തകർന്ന് ഒരു കൊച്ചു ഷെഡിനകത്താണ് ഞാൻ കിടക്കണേ. എൻ്റെ മകനെ അണച്ചു നിർത്തിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. കർത്താവേ, രാത്രി ആമത്തിൽ 12 മണിക്കൊക്കെ ഞാൻ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, യവനെ വളർത്തുവാനുള്ള വഴി ഒരുക്കി തരണം. മണവനെയാതെ കിടക്കാൻ ഒരു ഭവനം ഒരുക്കി തരണം എന്ന് ഞാൻ എന്നും കടഭാരം തീരണം. ഇത് മാത്രമാണ് ഞാൻ, വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ദൈവമക്കളെ, എനിക്കും വിദേശത്ത് പോകാനുള്ള അവസരം ദൈവം തമ്പുരാൻ ഒരുക്കി തന്നു. ഞാൻ 17 വർഷം സൗദി അറേബ്യയിൽ ഹോസ്പിറ്റൽ വെയിറ്ററസ് ആയിട്ട് ഞാൻ ജോലി ചെയ്തു. 15 വർഷം 2 വർഷം ഞാൻ സൗദി അറേബ്യയിൽ സ്റ്റോർ കീപ്പർ കമ്പനിയിൽ ജോലി ചെയ്തു. അപ്പോൾ ഞാൻ ഈ കുവൈറ്റിൽ വെച്ച് ഞാൻ അങ്ങനെ സഭയിൽ പോകും, ദൈവത്തെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഹോസ്റ്റലിനകത്തിരുന്ന് ഞാൻ ആത്മാവിൽ നടന്ന് ദൈവത്തെ പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥന കേൾക്കാൻ വന്നിരിക്കും. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയായി ഒരു ദിവസമായപ്പോഴേ ഞാൻ അങ്ങ് സഭയിൽ ചെന്നപ്പോൾ ഒരു ദൈവദാസൻ സംസാരിക്കുവാനാണ്. എനിക്ക് ദൂത് പറയാനിടയായി. ദൈവത്തിൻ്റെ ദാസി, ദൈവം നിന്നെ കൈകളിലെടുത്ത് ഉപയോഗിക്കും. നിനക്ക് നഷ്ടപ്പെടേണ്ട എല്ലാം നഷ്ടപ്പെടും. ഒരു പൈസ പോലും നിന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ബാങ്ക് ബാലൻസ് കാണൂല. ഇത് പറയുവാനിടയായി. ഞാൻ ഒന്നും വേണ്ട, നിനക്ക് ദൈവം ഭവനം ഒരുക്കി തരും, ഒരു കടഭാരമില്ലാതെ ജീവിക്കാനുള്ള വഴി ഒരുക്കി തരും. അപ്പോഴും ഞാൻ വിചാരിച്ചിരിക്കും അത് മതി. മക്കളെ, ഞാൻ തിരിച്ചു വന്ന് മോനെ കൊണ്ട് മോൻ വലുതായി. മോനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചു. അവനിപ്പോൾ 2 പിള്ളേരുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയാണ് പിള്ളേർ. അന്ന് ഞാൻ അങ്ങനെ അവൻ്റെ കൂടെ ജീവിക്കാൻ കടന്നു വന്നപ്പോൾ
കടന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് അവനും ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടു. ഞാൻ അവന് ഹാർട്ടിൻ്റെ അസുഖമെന്ന് പറഞ്ഞ് കാട്ടാക്കട പോയപ്പോൾ ഡോക്ടർ പറയാണ് ഇവന് ഹാർട്ടിൻ്റെ ആരംഭമാണ്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം അവന് മരിച്ച ഡെഡ് ബോഡിയാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്. അന്ന് എനിക്കൊരു പ്രെയർ ഉണ്ടായിരുന്നു. യവന മെഡിക്കൽ കോളേജ്, ഞാൻ അങ്ങനെ അമരവള എന്നൊരു സ്ഥലത്തായിരുന്നു. ഞാൻ പ്രെയറിന് പോയപ്പോൾ അവിടെ വിളിച്ചു പറയാണ് നിന്റെ മകന് സൂക്കേട് കൂടുതലായി, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരുന്നു. ദൈവമക്കളെ, ഞാനൊന്നുമില്ല, ഞാൻ കരഞ്ഞ് ഞാനൊന്നും കർത്താവേ ഇതെന്തൊരു പരീക്ഷ എന്ന് കേട്ട് ഞാൻ കരയാണ് ചെയ്തത്. പിറ്റേന്ന് അവനെയും ഡെഡ് ബോഡി കൊണ്ട് വീട്ടിൽ വെച്ചു. ഞാൻ ദൈവം തന്ന് ദൈവം എടുത്തു എന്നെങ്കിലും ഞാൻ ഈ പുസ്തകം ഒരിക്കലും താഴെ വെച്ചിട്ടില്ല. 7 ദിവസമായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേണ്ട. ഞാൻ ഫേസ്ബുക്കിൽ കൂടി ഒരു പ്രെയർ ഗ്രൂപ്പിന്റെ അഡ്മിനാണ്. ഞാനൊരു പ്രെയർ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. രാത്രി 12 മണിയായാലും ഓൺലൈനിൽ പ്രാർത്ഥിക്കണം, ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കും. ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചിട്ട് വിദേശത്തുള്ളവർ സ്വദേശത്തുള്ളവരുണ്ട്. അമേരിക്കയിലുള്ള ചിക്കാഗോയിലുള്ള 2-3 ദേവദാസന്മാരും ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാം ഞാൻ പ്രാർത്ഥിച്ചിടും. അതാണ് ഒരു ദിവസം ഇതെല്ലാം ആയി. പിന്നെ ഞാൻ വിചാരിച്ച് ദൈവം കടഭാരം തീർത്ത് എനിക്ക് കടം 1 പൈസയില്ല, 1 ഭവനം ഒരുക്കി തന്നു. ആ ദൈവം വെളിപ്പെടുത്തി എല്ലാം കറക്റ്റായിരുന്നു. എൻ്റെ മോനും ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടു. ദൈവമക്കളെ, എനിക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കുവാൻ ഒരു വഴിയുമില്ല. ഞാൻ അന്നും ഞാൻ നിയമപുസ്തകമായി ഇറങ്ങി തിരിച്ച്, ഇന്നും ഞാൻ നിയമപുസ്തകമായി ഇറങ്ങി തിരിച്ച് ഞാൻ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോവും. എൻ്റെ പ്രെയർ ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സാക്ഷീകരിക്കും. അതിനുള്ള വഴി ദൈവം ഒരുക്കി തന്ന അത്രയുള്ള വഴി എനിക്ക് സ്വർഗത്തിൽ അപ്പൻ തരുന്നുണ്ട്. എനിക്ക് കൊന്നും കുറയുമ്പോൾ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ കൈനീട്ടാൻ പോവില്ല, എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാർ ഞാൻ കൈനീട്ടാൻ പോവില്ല. ഞാൻ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കും. ദൈവമക്കളെ, ആരെങ്കിലും എൻ്റെ വീട്ടിൽ അവിടെ വരും, ഏതും ദൈവദാസന്മാരാണ് വരണത്, വന്ന് എനിക്ക് കാണിക്ക കൊണ്ട് തരും. പറയും സഹോദരി, ഞാൻ പോകുന്ന സഭയിലെ പാസ്റ്റർ 2 ദിവസം കൊണ്ട് നിൻ്റെ വീട്ടിൽ കൊണ്ട് പൈസ തന്നിട്ട് പോയി, നിങ്ങൾ ഭക്ഷണമല്ല വാങ്ങിയതാന്ന് പറഞ്ഞ് ഞാൻ പൈസയ്ക്ക് ബുദ്ധിമുട്ടിയപ്പോൾ ദൈവം ദാസനിൽ കൂടി ദൈവം അയച്ചു. അതുപോലെ എനിക്ക് ആരായാലും എനിക്ക് ദൈവം പൈസയ്ക്ക് ബുദ്ധിമുട്ടുമ്പോൾ ഗൂഗിൾ പേ ചെയ്ത് തരും. എൻ്റെ വീട് പട്ടിണിയില്ല, എനിക്ക് ഒരു പ്രശ്നമില്ല. 1 പൈസയിലാക്കാനുള്ള ദൈവം സ്വർഗീയ ഫണമാക്കുന്നത് സമൃദ്ധിയായിട്ട് എന്നെ വഴി നടത്തിയാണ്. ഞങ്ങൾ തെരുവിൽ പോവും പ്രസംഗിക്കാൻ. ഞാൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ, ഞങ്ങളും ഫാമിലി കുടുംബവും ഞങ്ങൾ തെരുവിലിറങ്ങി ദൈവവചനം പ്രസംഗിക്കാൻ പോവും. എനിക്കൊരു ലജ്ജയുമില്ല. എനിക്ക് ദൈവവചനം പ്രസംഗിക്കുന്നതിന് ഒരു ലജ്ജയുമില്ല. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ ജീവിക്കാനും തയ്യാറാണ്. എനിക്ക് ലോകത്തിന് ഒന്നും വേണ്ട. മണതനേല കിടക്കാനുള്ള ഒരു ഭവനം ചോദിച്ചു തന്നു, കടഭാരം ഒന്നുമില്ല. അവസാന നിമിഷം ഞാൻ എൻ്റെ മകനോട് കാര്യം പറഞ്ഞു, മകനെ, നീ വീട് വെക്കുമ്പോൾ കുറച്ച്, ഞാൻ ഗൾഫിലായിരുന്നു, ഇത്രയും സ്ഥലം നീ ഒരു ചെറിയ വീട് വെച്ചിട്ട് ഫ്രണ്ടിലും ബാക്കിലും മതിൽ വെക്കണമെന്ന്, മതിൽ കെട്ടി ഗേറ്റ് ഇടണമെന്ന് എനിക്കങ്ങനെ തോന്നി. ഞാൻ പറയാനിടയായി. ദൈവമക്കളെ, ഇന്ന് ആ വീട്ടിന് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഗേറ്റുണ്ട്. ആർക്കും അതിനകത്ത് കയറാൻ പറ്റൂല. അതാണ് ദൈവത്തിന്റെ ഒരു കരുതൽ. പ്രിയ ദൈവവേലേ, ആ ദൈവത്തെ നിനക്ക് കണ്ടെത്തുവാൻ കഴിയുമോ? ആ ദൈവത്തെ അറിയാൻ നിന്റെ പരീക്ഷ ഉണ്ടാവും, പ്രതികൂലം ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. എങ്കിലും ദൈവം നിന്നെ കൈവിടൂല. അതേ, പല വ്യക്തികളും കരയുന്നുണ്ട്, മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിവർത്തിയില്ല, ഞങ്ങൾക്ക് ഭവനമില്ല. നീ നാട്ടുകാർ ആരും കരയണ്ട. നീ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നീ കരഞ്ഞു നോക്ക്. അവിടെ ദൈവം അവിടെ കടന്നു വരും. നിശ്ചയമായിട്ട് നിന്റെ കണ്ണീരൊപ്പുവാൻ, അതേ നിന്റെ മക്കൾക്ക് അതേ വേണ്ടുവോളം എല്ലാം തരാൻ ദൈവം തമ്പുരാൻ അവിടെ കടന്നു വരും. അത് തീർച്ചയാണ്. എന്നെ സ്നേഹിച്ച ദൈവം, എന്നെ ബഹുമാനിച്ച ദൈവം, അന്നത്തിനുള്ള വഴിയൊരുക്കുന്ന ദൈവം നിങ്ങളെയും വഴി നടത്തും. ഇന്ന് എന്നെ പോലെയുള്ളവർ നാട്ടിൽ കിടക്കുമ്പോൾ, ഞാൻ വിദേശത്ത് ചെന്ന് ഞാൻ ജോലി ചെയ്ത് അവിടെ ഒരു സഭയുണ്ട്, ഞാൻ സഭയിൽ പോകും. സഭയിൽ ചെന്ന് ഞാൻ ദൈവവചനം പ്രസംഗിക്കും. കാരണം എല്ലാവരും ഉണ്ട്. ഒരു ഇംഗ്ലീഷുകാരൻ ഒരു ദിവസം ആ സഭയിൽ വരുവാനിടയായി. കാരണം ആരാ നടത്താൻ വന്നതാണ്. ആ ദൈവദാസൻ പറയാണ്, എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറയാണ്, ലോകത്ത് നിനക്ക് നഷ്ടപ്പെടേണ്ടതൊക്കെ നഷ്ടപ്പെടും, നീ കരയരുത്. നിനക്ക് ദൈവം തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് പട്ടിണി കൂടാനുള്ള വഴി ഒരുക്കി തരും. നിനക്ക് നഷ്ടപ്പെടേണ്ട എല്ലാം നഷ്ടപ്പെടും. ദൈവമക്കളെ, എൻ്റെ മകന്റെ മരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇന്നും അവന്റെ വണ്ടി മുറ്റത്തിരിപ്പുണ്ട്. അവൻ ഇറങ്ങി വണ്ടി എടുത്ത് വെച്ച് ജോലിക്ക് പോകാൻ പറയും, എൻ്റെ കാല് വേദന എടുക്കണം, ആശുപത്രി പോകാന്ന് പറഞ്ഞ് ആ വണ്ടി ഇന്നും ആ മുറ്റത്തിരിപ്പുണ്ട്. അതേ, ദൈവം, എനിക്ക് ദൈവത്തിന് ഒരു ഒന്നുമില്ല.
എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി ദൈവം കരുതണം. അതുമാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എത്ര കാലമാണ് എന്നെ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അനുവദിക്കുകയാണോ അത്രയും കാലം ഞാൻ ദേശത്തിന്റെ നാനാഭാഗത്തും സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റുകളിൽ ചെന്ന് ദൈവം വലിയവനാണെന്ന് ഞാൻ സാക്ഷീകരിക്കും. എനിക്ക് ഒരു ലജ്ജയുമില്ല. അതെ, ദൈവം വലിയ ഇംഗ്ലീഷും അറബിയൊക്കെ ഞാൻ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ലജ്ജയുമില്ല എൻ്റെ ദൈവത്തെ ഉയർത്തിപ്പിടിക്കുവാൻ. അതെ, ദൈവം വലിയവനാണ്, വലിയവ ചെയ്യുന്ന യഹോവയാണ്. ഇന്ന് 2 പിള്ളേർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയാണ്. ഇന്ന് 2 പേരോടെ ഉണ്ട്. ഞാൻ ഒരിക്കലും ഒരു നൈറ്റിൽ ഒരിടവും ഞാറാനയ്ക്ക് പോകില്ല. ഒരിക്കലും ദൈവനാമം ദുഷിക്കാൻ പാടില്ല. ഈ പ്രിയപ്പെട്ട ദൈവദാസൻ എൻ്റെ മകൻ്റെ പോലെയാണ്. എൻ്റെ മകൻ ഇതുപോലെ ആയിരുന്നു. അതുകൊണ്ട് ആ ദൈവദാസൻ പറഞ്ഞുകൊണ്ട് രാത്രി വന്നല്ല, ഞാൻ 6 മണി കഴിഞ്ഞാൽ ഞാൻ ഒരിടവും 2-3 വീടുകളിൽ പ്രേയറിന് പോകും. രാത്രി ആമത്തിൽ ഞാൻ മുട്ടിന്മേൽ നിന്ന് കരയുന്ന ദിവസം മറ്റൊരു എൻ്റെ പ്രേയർ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കണം, ഓൺലൈനിൽ പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കും. ദൈവമക്കളെ, ആ ദൈവത്തെ നിനക്ക് കാണുവാൻ കഴിയുമോ? ആ ദൈവസ്ഥനെ കണ്ടെത്തുവാൻ കഴിയുമോ? നിശ്ചയമായിട്ടും നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ആരെല്ലാം ഈ പുസ്തകം എടുത്തിട്ടുണ്ടോ, ആരെല്ലാം ഈ പുസ്തകം നടന്ന് ദൈവവേല ചെയ്തിട്ടുണ്ടോ, അവരുടെ മക്കളൊന്ന് അവരാരും നശിച്ചിട്ടില്ല. എനിക്ക് പല ദൈവദാസന്മാരെ അറിയാം, ഇന്നാരും നശിച്ചിട്ടില്ല. ഈ പുസ്തകം എടുത്ത് സാക്ഷീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അവരെ കുടുംബത്തെ അനുഗ്രഹിക്കും. നീ കരയണ്ട, നിനക്ക് വീടില്ല എന്ന്, നിന്റെ മക്കൾ കല്യാണ പ്രായം കരയണ്ട, വിദ്യാഭ്യാസം പൂർത്തിയായി നീ കരയണ്ട. കർത്താവ് എല്ലാം കരുതിക്കൊള്ളും. അതേ, ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഈ ദൈവദാസൻ പ്രസംഗിക്കാൻ കയറിയ സമയത്ത് ഞാൻ നല്ലവണ്ണം ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ദൈവദാസൻ നിന്ന സമയത്ത് ഒരു കൈ ഇങ്ങനെ ദൈവദാസന്റെ തലയിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര പ്രകാശമായി കാണും. ആദ്യ ദിവസമാണെന്ന് കണ്ടത്, പിന്നെ ഞാൻ കണ്ടില്ല. നല്ലൊരു പ്രകാശം കാണുവാനിടയായി. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ എൻ്റെ സാക്ഷി നിർത്തുകയാണ്. ഈ സമയം തന്ന ദൈവദാസനും ഈ കേൾവിക്കാരായ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി